ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു കിടിലൻ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നേന്ത്രപ്പഴം വെച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റ് ആകുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ടും ഉണക്ക മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നെയ്യിലിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി ഒന്ന് ഒരു ഗോൾഡൻ നിറമായി കിട്ടുമല്ലോ. ആ സമയത്ത് നമുക്ക് ഇതണക്കൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര ബൗള് ചിരക തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 സ്പൂണിൻ്റെ അടുത്ത് മധുരത്തിന് ആവശ്യമായിട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സേമിയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അര ബൗളിൻ്റെ അടുത്തുണ്ട്. അതൊന്ന് വറുത്തെടുക്കുക. വറുത്ത സേമിയ ആയാലും വറുക്കാത്ത സേമിയ ആയാലും നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇന്നും സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാലൊക്കെ കുറുകി സേമിയ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും മിക്സ് ഇല്ലേ, ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാലൊക്കെ നന്നായിട്ട് പറ്റി സേമിയ പഴമൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ആ പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ബൗൾ ഗോതമ്പ് മാവും കൂടെ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് മാവ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഗോതമ്പാവ് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയയുടെയും പഴത്തിൻ്റെയും മിക്സിലും അത് അതിലേക്ക് തണുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയില്ല, അതിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ, അപ്പക്കാരം, അതൊരു നുള്ളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ സ്നാക്സ് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, കുറച്ച് പൊന്തി കിട്ടാനായിട്ടാണ് കേട്ടോ. ഞാനിതിപ്പോൾ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടല്ല റെഡിയാക്കുന്നത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ബൗളുകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് കുറേശ്ശെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലേ, പ്ലേറ്റിനകത്ത് ഒരുമിച്ച് ഇത് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താലും മതിയാകും. ബാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഡലത്തട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററും ബൗളും ഇല്ല, അതിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ആവിൽ വേവിച്ചിട്ടുള്ളൊരു നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സ് ആണ്. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇത് കണക്ക് റെഡിയാക്കി കൊടുത്ത് ഒരു ഉറപ്പായിട്ടും കഴിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ടാണ് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.